മതിയായി ഈ MLA മാറ്റം തുടങ്ങാം എന്ന മുദ്രാവാക്യമുയർത്തി മട്ടന്നൂരിൽ കുറ്റവിചാരണ സദസ്സ് സംഘടിപ്പിച്ച് NDA. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് MT രമേശ് ഉയർത്തിയത്. വികസനത്തിലുൾപ്പെടെ സംസ്ഥാന സർക്കാർ കാണിക്കുന്ന രാഷ്ട്രീയത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് മട്ടന്നൂർ സംഘടിപ്പിച്ച കുറ്റവിചാരണ സദസ്സ് ഉദ്ഘാടനം ചെയ്തത്. ആരോഗ്യമേഖല നമ്പർ 1 ആണ് എന്ന് പറഞ്ഞാൽ നമ്പർ 1 ആകില്ല എന്നും പിണറായി സർക്കാർ വിജയകരമായി നടപ്പാക്കിയ പദ്ധതി ഒരു സർജറിക്ക് ഒരു കത്രിക എന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ സിസ്റ്റം തകർന്നുപോയി എന്നാണ് ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി പറയുന്നത്. സിസ്റ്റം ഇപ്പോഴാണോ തകർന്നത്? നേരത്തെ തകർന്നിട്ടുണ്ടോ? ആരോഗ്യ മേഖലയിലെ സിസ്റ്റം തകർന്നു പോയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ആരോഗ്യ വകുപ്പും ഈ ഗവൺമെന്റുമല്ലേ? ആ ഉത്തരവാദിത്വം എന്തുകൊണ്ട് അവർ ഏറ്റെടുക്കുന്നത്? എന്താ സിസ്റ്റം എന്ന് പറഞ്ഞാൽ? ആരോഗ്യരംഗത്തെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആരോഗ്യമന്ത്രി മുതൽ ഏറ്റവും താഴെ പ്രൈമറി ഹെൽത്ത് സെന്ററിലെ ഡോക്ടർമാർ വരെയുള്ള വിപുലമായ ഒരു ശൃംഖലയല്ലേ? പ്രൈമറി ഹെൽത്ത് സെന്ററിലും താലൂക്ക് ആശുപത്രിയിലും മെഡിക്കൽ കോളേജിലും ഒക്കെയുള്ള സംവിധാനങ്ങൾ, മെഡിക്കൽ ഡയറക്ടർമാർ, ആരോഗ്യ സെക്രട്ടറി, അതിന് മേലെയുള്ള ആരോഗ്യ വകുപ്പ് മന്ത്രി, ഇവരെല്ലാവരുമാണല്ലോ ഒരു സിസ്റ്റം. അപ്പൊ സിസ്റ്റം തകർന്നു പോയിട്ടുണ്ടെങ്കിൽ ആ സിസ്റ്റത്തിന്റെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് അതിന് ഉത്തരവാദിത്തമില്ലേ? വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സമയം മാറ്റാൻ തയ്യാറാകാത്തവരാണ് കള്ളുമുതലാളിമാർക്ക് വേണ്ടി ബാറിന്റെ സമയം കൂട്ടിയതെന്നും പണം കിട്ടിയാൽ ഏത് ജനവിരുദ്ധ നിലപാട് സ്വീകരിക്കാനും മടിയില്ല എന്ന് തെളിയിച്ചവരാണ് CPM എന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിയെ വിളിച്ചതുകൊണ്ട് ബാലഗോപാല പരാതിയില്ല. ഞാൻ ചോദിച്ചു, റിയാസിന് പരാതി? പൂച്ചക്കണ്ട പൊന്നിലെടുക്കുന്നിടത്ത് കാര്യം. ദേശീയപാതയും നിങ്ങളും തമ്മിൽ ഒരു ബന്ധവുമില്ല. ആളുകളെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പാടില്ല. നിങ്ങൾ ചെയ്തത് മലയാളികളായിട്ടുള്ള ആളുകളെ മുഴുവൻ അപമാനിക്കുന്ന സമീപനമാണ്. മലയാളികളെയാണ് ഈ സർക്കാർ അപമാനിച്ചത്. ഇവർ ഈ നാട്ടിലെ പാവപ്പെട്ടവരുടെയോ സാധാരണക്കാരുടെ കൂടിയല്ല. ഇവർ ഈ നാട്ടിലെ പാവപ്പെട്ട പ്രവാസികളോടൊപ്പമല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജനവിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്ന, വികസന വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്ന രണ്ട് പാർട്ടികളും മുന്നണികളുമാണ് CPM, കോൺഗ്രസ്. പാൽപായസത്തിൽ മണ്ണെണ്ണ ഒഴിക്കുന്ന പരിപാടിയാണ് ഹൈവേ ഉദ്ഘാടന പരിപാടി ബഹിഷ്കരിച്ചതിലൂടെ ഇടത് സർക്കാർ കാണിച്ചതെന്നും അദ്ദേഹം വിമർശിച്ചു. മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി പേരാണ് കുറ്റവിചാരണ സദസ്സിൽ പങ്കെടുത്തത്. ജനം, കണ്ണൂർ.